ഇടുക്കി വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിച്ചില്ലെന്ന് പരാതി. ഡോക്ടർ ഡിസ്ചാർജ് നൽകിയെങ്കിലും പണം അടക്കാത്തതിനാൽ രാജീവിന് ഇതുവരെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ മാർച്ച് 29-നാണ് വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലി സ്വദേശി രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ രാജീവ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാജീവിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം ശക്തമായിരുന്നു. പിന്നാലെ പീരുമേട് MLA വാഴൂർ സോമൻ വനംവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. രാജീവിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് വനംവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കി. 20 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം തിരികെ രാജീവ് എത്തിയെങ്കിലും ആരോഗ്യനില വീണ്ടും ഗുരുതരമാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 6 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 2 ലക്ഷം രൂപയുമാണ് ചിലവായത്. ഇതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ആശുപത്രിയിൽ നൽകിയത്. ബാക്കി തുക ഇതുവരെയും സർക്കാർ അടച്ചിട്ടില്ല. പണമടയ്ക്കാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങുവാനും കഴിയുന്നില്ലെന്ന് കുടുംബം പറയുന്നു. രാജീവിന്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിച്ചെന്ന് പറഞ്ഞായിരുന്നു. രാജീവ് ആശുപത്രിയിൽ നിന്ന് വിട്ടു വന്നു കഴിയുമ്പോൾ രാജീവിന് ഒരു 6 മാസത്തേക്ക് ഉള്ള വീട്ടിലെ ചെലവുകളും പിന്നെ അതുപോലെ രാജീവിന്റെ വൈഫിന് ഒരു ഫോറസ്റ്റിൽ എന്തെങ്കിലും ചെറിയൊരു ജോലിയും കൊടുക്കാമെന്നാണ് MLA അന്ന് തന്ന വാഗ്ദാനം. മുഴുവൻ തുകയും അടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന നിലപാടിലാണ് ആശുപത്രി അധികൃതർ. ആശുപത്രിയിൽ നൽകുവാനുള്ള മുഴുവൻ തുകയും അടിയന്തരമായി അടച്ചു തീർത്ത രാജീവിനെ വീട്ടിലെത്തിക്കുവാൻ സർക്കാർ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാരും വ്യക്തമാക്കി. നിലവിൽ ആശുപത്രിയിൽ വേണ്ട ഒരു 7 ലക്ഷം രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഈ പൈസ കിട്ടാതെ അവരെ ഡിസ്ചാർജ് തരികയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോരാൻ വരാത്ത ചികിത്സ ഏതാണ്ട് ഇപ്പം പൂർണ്ണമായെന്നാണ് ആശുപത്രിക്കാർ പറഞ്ഞത്. പോരാൻ വരാത്തൊരവസ്ഥയിൽ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചികിത്സാ ചെലവ് മാത്രമല്ല, ആശുപത്രി വിട്ട് വീട്ടിലെത്തിയാൽ ജോലിക്ക് പോകുവാൻ കഴിയുന്നതുവരെയുള്ള ചെലവും വനം വകുപ്പ് നൽകുമെന്നും രാജീവിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് അന്ന് ശക്തമായി ഉയർന്നു വന്ന പ്രതിഷേധം തണുപ്പിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മടങ്ങിപ്പോയത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.